എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളം മുഴുവനും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണല്ലോ വിഴിഞ്ഞം തുറമുഖത്ത് ഷിപ്പ് എത്തി എന്നത്. കേരളത്തിന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായത്തിന് തന്നെ മുതൽക്കൂട്ടാകാൻ പോകുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് കൂടിയാണ് ഇന്ന് നടന്നത്. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിനെ വളമാകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്തയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷിപ്പിംഗ് കമ്പനികൾക്ക് താൽപ്പര്യം വിഴിഞ്ഞം തകരുന്നത് ഒരു മഹാനഗരത്തിൻ്റെ കുത്തക എന്നൊരു തലക്കെട്ടോടുകൂടി ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. അതായത് ഈ ആഴ്ച നമ്മുടെ ട്രയൽ റണ്ണിന് തയ്യാറെടുക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് കേരള തലസ്ഥാന തീരത്ത് നങ്കൂരം വിടുന്നത്. ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് 8,000 മുതൽ 9,000 TU വരെ ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നുള്ള 2,000 കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. അതാണിന്ന് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCയുടെ മദർഷിപ്പും ഈ മാസം തന്നെ വിഴിഞ്ഞത്തെത്തും. ഇതിൻ്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ, കണ്ടെയ്നർ കപ്പലുകൾ എന്നിവയും വിഴിഞ്ഞം ലക്ഷ്യമാക്കി എത്തും. ട്രയൽ ഓപ്പറേഷൻ 2 മുതൽ 3 മാസം വരെ തുടരും. ഈ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും. കമ്മീഷനിങ് കഴിയുന്നതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്ത് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും. പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും. ഇതോടെ വിഴിഞ്ഞം തുറമുഖം ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ പൂർണ്ണ തോതിൽ നടക്കുമെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ട്രയൽ റണ്ണുകൾ നടത്തി തുറമുഖത്തിൻ്റെ പ്രവർത്തനം, കൃത്യത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാലാണ് 3 മാസം വരെ ട്രയൽ ട്രാൻസ്ഷിപ്മെൻറ്റുകൾ നടത്തുന്നത്. മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമെന്നതാണ് ഷിപ്പിംഗ് കമ്പനികളെ തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം. വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് നീക്കം സജീവമാകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ കൊളംബോ തുറമുഖത്തിനാണ്. നിലവിൽ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് നീക്കം ഇനി വിഴിഞ്ഞം വഴി ആക്കാനാണ് മെർസ്കിൻ്റെ തീരുമാനം. മറ്റു കമ്പനികളും സമാനമായ തീരുമാനത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ്. കൊളംബോയിൽ നിലവിൽ സ്ഥലപരിമിതിയുണ്ട്. ചെങ്കടലിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വഴിതിരിച്ചുവിടുന്ന കപ്പലുകൾ കൂടിയാകുമ്പോൾ ചരക്ക് നീക്കം വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാകും. അവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്നതും ഇന്ത്യയുമായുള്ള ചരക്ക് നീക്കം ഇന്ത്യൻ തുറമുഖത്ത് തന്നെ നടക്കുമെന്നതും കൂടുതൽ കമ്പനികളെ ആകർഷിക്കും. സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ കപ്പലാണിത്. 110ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയാണ് മെസ്ക്. കഴിഞ്ഞ മാസം 22-ന് ഹോങ്കോങ്ങിൽ നിന്നാണ് സാൻ ഫെർണാണ്ടോ പുറപ്പെട്ടത്. ചൈനയിലെ ഷാങ്ഹായ്, സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് യാത്ര. സിയാമനിൽ നിന്ന് 2,000-ലേറെ കണ്ടെയ്നറുകളുമായി ജൂലൈ 1-ന് വിഴിഞ്ഞത്തേക്ക് തിരിച്ചു. 11-ന് രാവിലെ 6-ന് വിഴിഞ്ഞം പുറംകടലിൽ എത്തും എന്നായിരുന്നു വാർത്ത. 12-ന് തുറമുഖത്തേക്ക് അടുപ്പിക്കും. തുറമുഖത്തെ 800 മീറ്റർ ബർത്തിൻ്റെ മധ്യഭാഗത്താകും നങ്കൂരമിടുക. അതേ ദിവസം ഉച്ചയ്ക്ക് 12-ന് വിഴിഞ്ഞം വിടുന്ന കപ്പൽ പിറ്റേന്ന് ഉച്ചയോടെ കൊളംബോയിലെത്തും. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ക്രെയിനുകളടക്കം സർവ്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മദർഷിപ്പ് എത്തിക്കുന്നത്. 23 ക്രെയിനുകൾ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കും. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെൻറ്റർ ഇത് നിയന്ത്രിക്കും. വിമാനത്താവളങ്ങളിലെ പോലെ എയർ ട്രാഫിക് കൺട്രോളിന് സമാനമാണിത്. കപ്പൽ നങ്കൂരമിടുന്നതും കാർഗോ ഇറക്കുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെൻറ്ററാണ്. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ലോകത്തെ വൻകിടക്കാരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, APM ടെർമിനൽസ്, ഹപാഗ്-ലോയ്ഡ് എന്നിവയുടെ കപ്പലുകൾ പിന്നാലെ വിഴിഞ്ഞത്ത് എത്തുന്നതായിരിക്കും. നിലവിലെ 800 മീറ്റർ ബർത്തിൽ ഒരേ സമയം 2 മദർഷിപ്പുകൾ അടുപ്പിക്കാൻ സാധിക്കും. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അംഗീകാരം, കസ്റ്റോഡിയൻ കോഡ് അംഗീകാരം, ഇമിഗ്രേഷൻ ചെക്ക്, പോസ്റ്റ് ക്ലിയറൻസ് എന്നിവ ലഭിച്ചാലുടൻ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.